UDF അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പദവിക്കായി ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ നടത്തിയ അപ്രതീക്ഷിത ചാടിവീഴലും അതിനു പിന്നിലെ കടുത്ത അവസരവാദ രാഷ്ട്രീയവും അണികൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അമരക്കാരനായി ചമഞ്ഞു നടന്നിരുന്ന വേണുഗോപാലിന് കേന്ദ്ര പദവികൾ കൊണ്ട് ഇനി പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ലെന്ന തിരിച്ചറിവാണ് പെട്ടെന്നുള്ള ഈ കേരള മോഹത്തിന് പിന്നിലെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ സമ്മതിക്കുന്നുണ്ട്. തല നിറയെ ഈഗോയും പേറി താനൊരു രാജപുത്രനാണെന്ന ഭാവത്തിൽ ജീവിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കീഴിൽ നിന്നാൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അടുത്തെങ്ങും അധികാരത്തിൽ വരില്ലെന്ന് വേണുഗോപാലിന് കൃത്യമായി ബോധ്യമുണ്ട്. അത്രയ്ക്കും അരക്ഷിതമായ ഡൽഹിയിലെ കസേരയേക്കാൾ എത്രയോ സേഫാണ് കേരളത്തിലെ ഭരണം എന്ന ചിന്തയാണ് വേണുഗോപാലിനെ ഭരിച്ചതെങ്കിലും ആ അധികാര കൊതിക്ക് മുസ്ലിം ലീഗ് ശക്തമായ തടസ്സമുണ്ടാക്കിയതോടെ വേണുഗോപാലിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളും തിരിച്ചടികളും മാത്രം സമ്മാനിക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള യാത്രയിൽ യാതൊരു സുരക്ഷിതത്വവുമില്ലെന്ന് സ്വന്തം അണികളോട് പോലും സമ്മതിക്കുന്ന തരത്തിലാണ് വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. താഴേക്കിടയിലെ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ സ്ഥിരതയില്ലാത്ത സ്വഭാവമായി എപ്പോൾ എന്താണ് പറയുന്നതെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ നിഴലായി തുടരുന്നതിൽ വേണുഗോപാൽ കടുത്ത ആശങ്കയിലായിരുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ശക്തമായ ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു ഭരണമാറ്റം സ്വപ്നം കാണാൻ പോലും ആകില്ലെന്ന് ഈ ദേശീയ നേതാവിന് ഉറപ്പാണ്. 5 വർഷം മല്ലലില്ലാതെ സുഖമായി ഭരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയേക്കാൾ വലിയൊരു താവളം വേറെയില്ലെന്ന മോഹമാണ് വേണുഗോപാലിനെ നയിച്ചത്. രാഹുൽ ഗാന്ധിയുമായുള്ള വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പദവി അനായാസം കൈക്കലാക്കാമെന്നായിരുന്നു വേണുഗോപാലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളും മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാടുകളും വേണുഗോപാലിന്റെ മോഹങ്ങൾക്ക് മേലെ കരിനിഴൽ വീട്ടി. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ദേശീയ കോൺഗ്രസിനെ അനാഥമാക്കി കേരളത്തിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ച വേണുഗോപാലിന്റെ ഈ കസേര കളി അണികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു. നിലവിൽ മുഖ്യൻ സതീശനായെങ്കിലും പല സാഹചര്യങ്ങളിലും KC തന്റെ ഇഷ്ടക്കേടും താല്പര്യക്കുറവും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായത് KCക്ക് തീരെ പിടിച്ചിട്ടില്ല എന്ന് സാരം.